പുഷ്പ 2 ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുൻ ഇന്ന് രാവിലെ ജയിൽ മോചിതനായി. ഇന്നലെ ഇടക്കാല ജാമ്യം നേടിയിരുന്നെങ്കിലും ജാമ്യ ഉത്തരവ് ജയിലിലെത്താൻ വൈകിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് രാത്രിയിൽ മോചിതനാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് വെളുപ്പിനാണ് അദ്ദേഹത്തെ ജയിലിൻ്റെ പിൻഭാഗത്തൂടെ മോചിപ്പിച്ച് വീട്ടിലെത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിയമത്തെ താൻ ബഹുമാനിക്കുന്നുവെന്നും ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും അല്ലു അർജുൻ പറയുന്നു. Thank you. I'm safe. Nothing to worry. I'm doing well. I respect the law, and I will cooperate with them, and I'll do the needful. And very importantly, I would like to give my condolences once again to the family. It is very, very unfortunate that we went to watch a film, and there was an accident. That is totally unintentional. We went to watch a movie, and due to an unfortunate accident, there's been a loss of a person, and we're always very sorry for whatever's genuinely happened, and it's purely out of my personal control. അല്ലു അർജുൻ്റെ ലക്ഷക്കണക്കിന് ആരാധകരെയാണ് ഇന്നലെ ഈ സംഭവം നിരാശപ്പെടുത്തിയത്. മാത്രമല്ല അദ്ദേഹത്തെ താമസിപ്പിച്ചിരുന്ന ജയിലിന് പുറത്ത് രാത്രി 2 മണിവരെയും ആരാധകർ തടിച്ചുകൂടി നിന്നിരുന്നു. അവസാനം പോലീസ് ഇടപെട്ടാണ് ഇവരെ നീക്കിയതെന്നും മനസ്സിലാക്കുന്നു. ഇന്ന് വെളുപ്പിനും കൂടുതൽ ആരാധകർ ഈ ജയിലിൻ്റെ മുന്നിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനു മുമ്പേ തന്നെ വെളുപ്പിന് അദ്ദേഹത്തെ ഒരു വാഹനത്തിൽ പിന്നിലൂടെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മുഹമ്മദ് റഹീസ് നമുക്കൊപ്പം ചേരുന്നു. റഹീസ്, യഥാർത്ഥത്തിൽ അല്ലു അർജുൻ നിയമത്തെ ബഹുമാനിക്കുന്നു, അദ്ദേഹം പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കുന്നെന്നും പറയുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മറ്റെന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടിയോ? ഇക്കാര്യത്തിൽ ഏറ്റവും പുതുതായിട്ട് വരുന്ന ഒരു അപ്ഡേറ്റ് എന്തെന്നാൽ അല്ലു അർജുൻ്റെ ആരാധകരോട് അല്ലു അർജുൻ അറിയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആരാധക കൂട്ടായ്മ വഴി ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. അതായത് പ്രത്യക്ഷത്തിലുള്ള സമരങ്ങൾ, പ്രതിഷേധ പരിപാടികൾ ഒന്നും തന്നെ ഉണ്ടാകരുത് എന്നുള്ള ഒരു മെസ്സേജ് ഇപ്പോൾ അല്ലു അർജുൻ ആരാധകർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അത് അല്ലു അർജുൻ്റെ അഭിഭാഷകനും നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പ്രത്യക്ഷത്തിലുള്ള സമരങ്ങൾ, വലിയ പ്രതിഷേധ പരിപാടികളൊന്നും ഉണ്ടാകരുത് എന്ന്. കാരണം ഇന്നലെ അറസ്റ്റ് നടക്കുന്ന വേളയിൽ അല്ലെങ്കിൽ അതിനുശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ തന്നെയും ഈ ഹൈദരാബാദ് നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ അല്ലു അർജുൻ്റെ ആരാധകർ തടിച്ചുകൂടുകയും ഒപ്പം തന്നെ സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും പ്രതിഷേധ പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ ഈ കേസ് ഇതുവരെയും അതിൻ്റെ FIR റദ്ദാക്കിയിട്ടില്ല. അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം ആ കേസ് റദ്ദാക്കണം എന്നുള്ളതാണ്, അതിൻ്റെ FIR റദ്ദാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേസ് ഇനിയും കോടതി പരിഗണിക്കാനിരിക്കെ ഒരുപക്ഷെ പോലീസ് ഇതൊരു ആയുധമാക്കി എടുത്തേക്കാം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകൻ ഇതിലൊരു വലിയ വാദം തന്നെ നടത്തിയേക്കാം. ഇപ്പോഴും ക്രമസമാധാന പ്രശ്നമുണ്ട്, ആരാധകർ പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ളൊരു വാദം ഉയർത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് അല്ലു അർജുൻ്റെ ആരാധക കൂട്ടായ്മയിൽ നിന്നും ഉയർന്നു വരുന്നത്. അവർക്കൊരു മെസ്സേജ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്ലു അർജുൻ ഇപ്പോഴും ജൂബിലി ഹിൽസിലെ തൻ്റെ വീട്ടിലാണുള്ളത്. നേരത്തെ വീട്ടിലേക്ക് കയറുന്നതിന് മുൻപായിരുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. താൻ നിയമത്തെ പാലിക്കുന്ന ആളാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു, അതിനെ ബഹുമാനിക്കുന്നു. ഒപ്പം തന്നെ പോലീസിനോടുള്ള ഏത് അന്വേഷണത്തിലും തൻ്റെ സഹകരണം ഉണ്ടാകും എന്ന് പറയുന്നു. ഈ അപകടമുണ്ടായത് തീർത്തും ഒരു ദൗർഭാഗ്യകരമായ സംഭവമാണ്, നനച്ചിരിക്കാതെ ഉണ്ടായ ഒരു അപകടമാണ് എന്ന് അദ്ദേഹം പറയുന്നു. തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു അപകടമല്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇതിലുള്ള രാഷ്ട്രീയ പ്രതിവാദങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. നിലവിൽ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. SKN. ഓക്കെ, താങ്ക് യു. റഹീസാണ് വിവരങ്ങൾ നൽകിയത്. കുടുംബ വൈരവും അതുപോലെ തെലങ്കാന രാഷ്ട്രീയത്തിൻ്റെ ചില അടിവേരുകളും ഒക്കെ തന്നെ ഈ അറസ്റ്റ് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഒരു തെലങ്കാന രാഷ്ട്രീയത്തിൻ്റെ മറ്റ് ചില ഏടുകൾ ഇതുമായി കൂട്ടി വായിക്കാൻ നമുക്ക് കഴിയുമോ വിജയകുമാർ? ഇന്നലെ ജൂബിലി ഹിൽസിലെ അദ്ദേഹത്തിൻ്റെ അല്ലു അർജുൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു കയറി ഈ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന ചോദ്യം വലിയ തോതിൽ ഉയരുന്നുണ്ട്. അവിടുത്തെ തെലങ്കാന മുഖ്യമന്ത്രി റേവന്ത് റെഡ്ഡി പറഞ്ഞത് നിയമം അതിൻ്റെ വഴിക്ക് പോകുമെന്നാണ്. പക്ഷേ നിയമം അതിൻ്റെ വഴിക്ക് പോകുമെന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത വിചാരണ കോടതി ഉത്തരവിന് തൊട്ടു പിന്നാലെ തെലങ്കാന ഹൈക്കോടതി അതിശക്തമായൊരു ഇടപെടൽ നടത്തുകയാണ്. കോടതി പറഞ്ഞത് ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഈ താരത്തിനെതിരെ എങ്ങനെ നിലനിൽക്കുമെന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി പ്രോസിക്യൂഷന് നൽകാൻ കഴിഞ്ഞില്ല. തന്നെയുമല്ല, ഒരു നടൻ എന്ന ഒരു പദവി, ഒരു പോപ്പുലർ ആർട്ടിസ്റ്റ് എന്ന പദവി അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം, അദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഇതെങ്ങനെ വിലക്കാൻ കഴിയും എന്ന് പോലീസിനോട് കോടതി ചോദിക്കുകയും ചെയ്തു. നേരിട്ട് ഈ കൃത്യത്തിൽ അല്ലു അർജുൻ എന്ത് പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് കോടതി ചോദിച്ചത്. തന്നെയുമല്ല, അല്ലു അർജുൻ ആ തിയേറ്ററിൽ അന്ന് എത്തുമെന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പോലീസിനെ
ഒഫീഷ്യലി തിയേറ്റർ ഉടമകൾ അറിയിച്ചിരുന്നു. അവരുടെ കത്ത് ഇതിനോടകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ആ തിയേറ്ററിന് പുറത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലു അർജുനെ പോലെ ഒരു പോപ്പുലർ സിനിമാ താരം അവിടെ എത്തുമെന്ന് അറിയുമ്പോൾ കൂടുതൽ പോലീസിനെ വിന്യസിക്കുക, അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതെ നോക്കുക, ആളുകൾ ഈ പറയുന്ന അതിര് ലംഘിക്കാതെ നോക്കുക എന്നത് പോലീസിൻ്റെ പ്രാഥമിക ദൗത്യമാണ്. പോലീസ് അതിന് തയ്യാറായില്ല. പോലീസ് അതിൽ വീഴ്ച വരുത്തുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായ തിക്കിലും തിരക്കിലുമാണ് നിരപരാധിയായ ഒരു പാവപ്പെട്ട വീട്ടമ്മ ആ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. അവരാണെങ്കിൽ മകൻ്റെ നിർബന്ധത്തിന് സിനിമ കാണാൻ ഭർത്താവിനോടൊപ്പം എത്തിയതാണ്. മകന് ഗുരുതരമായി പരിക്കേറ്റു. ആ കുട്ടി കഴിഞ്ഞ 3 ദിവസം മുമ്പാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയത്. ഇത് വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് അവിടെ വഴിവെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ വലിയ വിമർശനമുണ്ട്. ഒരു ദിവസമെങ്കിലും അല്ലു അർജുനെ ജയിലിൽ ഇടാൻ വേണ്ടിയാണ് രേവന്ത് റെഡ്ഡി ഈ കളികളൊക്കെ കളിച്ചതെന്നാണ് BJPയും BRSും അതുപോലെ തെലുങ്ക് സിനിമയിലെ പല പ്രധാനപ്പെട്ട താരങ്ങളും പറയുന്നത്. ഈ ചെഞ്ചൽഗുഡ ജയിലിലെ ബാരക് 1-ൽ ഒരു ദിവസം, ഒരു വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെ വരെ അല്ലു അർജുനെ പാർപ്പിച്ചു. അതാണ് അവിടുത്തെ പോലീസ് ചെയ്തിരിക്കുന്നത്. അതിന് നിയമപരമായി എത്രത്തോളം അനുമതി ഉണ്ടായിരുന്നു, ഇന്നലെ തന്നെ ജാമ്യം കൊടുത്തതാണ്. പക്ഷേ ആ ജാമ്യ ഉത്തരവുമായി അവിടേക്ക് അല്ലു അർജുൻ്റെ അഭിഭാഷകരെത്തുമ്പോൾ ജയിൽ സൂപ്രണ്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഒരു ദിവസമെങ്കിലും അല്ലു അർജുനെ ജയിലിൽ പാർപ്പിക്കുക എന്നത് ആരുടെയോ താല്പര്യമായിരുന്നു എന്ന നിലയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഒരു തിരിച്ചടി അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കോടതിയിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ജയിൽ മോചന ഉത്തരവ് നൽകിയിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല എന്നതടക്കം ഈ അടുത്ത ദിവസം ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ അല്ലു അർജുൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കാൻ പോവുകയാണ്. BJPയുടെ ദേശീയ നേതൃത്വമൊക്കെ ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. BRS അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. തന്നെയുമല്ല ആന്ധ്രയിലെ പല പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ പവൻ കല്യാൺ ആന്ധ്രയിലെ ഉപമുഖ്യമന്ത്രിയാണ്. പവൻ കല്യാൺ ജനസേന പാർട്ടി ഈ വിഷയത്തിൽ അല്ലു അർജുന് വലിയ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെലുങ്ക് സിനിമാ താരങ്ങളൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആന്ധ്രയിലും തെലുങ്കാനയിലും ഈ സിനിമാ താരങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ട്. അവരിതിൽ ഈ ആരാധക കൂട്ടായ്മകൾക്ക് അപ്പുറത്തേക്ക് താരങ്ങൾ തന്നെ ഇതിൽ രംഗത്തെത്തിയിട്ടുണ്ട് സർക്കാരിനെതിരെ. അപ്പോൾ എന്തായിരിക്കും ഇനിയും ഇതിൽ രേവന്ത് റെഡ്ഡി സർക്കാരിൻ്റെ നിലപാട്? രേവന്ത് റെഡ്ഡി സർക്കാരിന് ഒരു തിരിച്ചടി ഉണ്ടായി എന്ന പ്രാഥമിക വിലയിരുത്തലുണ്ട്. കോടതി അതിൻ്റെ അടുത്ത കാര്യങ്ങൾ നോക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും പരാമർശങ്ങൾ ഇതിലുണ്ടായാൽ അത് സർക്കാരിന് വീണ്ടും ഭീഷണിയാവും, തിരിച്ചടിയാവും. ഓക്കെ, എന്തായാലും കോടതിയിൽ വരുമ്പോൾ മറ്റു കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് അറിയാൻ കഴിയും.